ഹായ്. കളങ്കാവലിന് ശേഷം നമ്മുടെ മമ്മൂക്ക ആൻറ്റി ഹീറോ ആയിട്ട് വരാൻ പോകട്ടോ. അത് മലയാളത്തിലല്ല, തമിഴിൽ നമ്മുടെ ധനുഷിൻ്റെ വില്ലനായിട്ട് വരാം. ഇതിൽ മമ്മൂക്ക ഒരു രാഷ്ട്രീയ ഗുണ്ടാ നേതാവായിട്ട് വരുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ സഹായിയുടെ റോളിലാണ് ധനുഷ് വരുന്നത്. പിന്നീട് അങ്ങോട്ട് കഥ ഇങ്ങനെ മാറി മറിഞ്ഞ് പല രീതിയിലൊക്കെ പോകും. അപ്പോൾ മലയാളത്തിന് പുറമെ മമ്മൂക്കയുടെ ഒരു പകർന്നാട്ടം, വില്ലനിലോട്ടുള്ള ഒരു പകർന്നാട്ടം നമുക്കറിയാം. ദളപതി എന്ന ചിത്രത്തിൽ രജനീകാന്തിൻ്റെ വില്ലനായിട്ടാണ് അദ്ദേഹം ആദ്യമൊക്കെ വന്നത്. പിന്നെ അതിൽ ആ കഥയുടെ മാറ്റങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതാണ്. തമിഴിനെ എന്താ പറയുക, പിടിച്ചു കുലിക്കൊരു ചിത്രമായിരുന്നു ദളപതി. അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന ഈ D55 എന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ ഒരു തകർപ്പൻ റോളാണെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. മമ്മൂക്ക ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഗ്രേഷയുടെ കഥാപാത്രം. ആദ്യം ഇതിൽ അദ്ദേഹം പോലീസ് വേഷത്തിലാണ്, ഒരു പോലീസുകാരനാന്നൊക്കെ ഒരു റൂമറൊക്കെ വന്നു. പക്ഷെ അതൊക്കെ വെറും ഫേക്കാണ്, അതൊന്നും സത്യമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ ഗുണ്ടാ നേതാവായിട്ട് വരും. അവർ ഒരു സോങ്ങൊക്കെ ഷൂട്ടിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക, അതുപോലെ തന്നെ ധനുഷ്, ശ്രീലീല, സായി പല്ലവിയൊക്കെ ഉള്ള ഒരു സോങ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 നായികന്മാരാണ്, ഒന്ന് സായി പല്ലവി, ഒന്ന് ശ്രീലീല. ഇതാണ് ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റ്. അതുകൂടാതെ തന്നെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട് ഈ ചിത്രത്തിൽ. ഒരുപാട് പ്രതീക്ഷയാണ്. കാരണം നമുക്കറിയാം മലയാളത്തിൻ്റെ ഈ മെഗാസ്റ്റാർ, മലയാളത്തിൽ വിനായകനെ പോലുള്ള ഒരു അദ്ദേഹത്തെ കുറച്ച് കാണല്ല, എന്നാലും അദ്ദേഹത്തെ പോലുള്ള ഒരു നായകനെ വില്ലനായിട്ട്, അദ്ദേഹത്തെ ഒരു പോലീസ് കഥാപാത്രമാക്കി നായകനാക്കിയിട്ട് മമ്മൂക്ക ആ ചിത്രത്തിൽ വില്ലനായി വന്നപ്പോൾ മലയാള പ്രേക്ഷകർ ഒരുപാട് അംഗീകരിച്ചു. പക്ഷേ പാട്രിയോട്ട് എന്ന ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ ഒന്നും മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആ ചിത്രത്തെ വളരെ നിഷ്ഠൂരമായിട്ട് ഡിഗ്രേഡ് ചെയ്ത്, വളരെ മോശമായിട്ട് ആ ചിത്രത്തെ വളരെ പരാജയത്തിൻ്റെ ഒരു പടുകുഴിയിൽ ആ ചിത്രത്തെ കൊണ്ടെത്തിച്ച്. ഞാൻ ആലോചിക്കുകയാണ്, കാരണം ഇത്രയുള്ളൂ അവരുടെയൊക്കെ ഒരു സിനിമ ആസ്വാദനം. അതായത് ഈ ഒരു സിനിമയിലൊക്കെ അദ്ദേഹത്തിന് അവർ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ വലിപ്പം ഇവരിപ്പോഴും മനസ്സിലാക്കിയില്ല. അവരെ മനസ്സിലിപ്പോഴും മീശപിരി മുണ്ട് മടക്കി കുത്തലും ഒക്കെയുള്ള ആ ഒരു സെറ്റപ്പിലാണ് അവരിപ്പോഴും സിനിമ കാണുക. അത് മാറ്റിയിട്ട് നമ്മളെ കാലഘട്ടം മാറി, നമ്മുടെ ചിത്രത്തിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ മാറി വരുന്ന കാലഘട്ടം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സിനിമ ആസ്വാദനം മാറി, ആസ്വാദകർ മാറി, എല്ലാം മാറി. പക്ഷെ മമ്മൂക്ക അപ്ഡേറ്റഡ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് ബ്രഹ്മയുഗം, അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ, പാലേരുമണിക്കം, ബ്രഹ്മയുഗം, ഇപ്പോൾ ലാസ്റ്റ് കളങ്കൽ, അതിനുശേഷം വരാൻ പോകുന്നത് D55. ഇതൊരു കൊമേഴ്സ്യൽ ചിത്രമാട്ടോ. അതായത് എന്താ പറയുക, ഒരു ക്ലാസിക്കൽ ഒരു അവാർഡ് ടൈപ്പ് മൂവിയേ അല്ല. പക്ക തമിഴിൽ വരുമ്പോൾ ഒരു മാസ് മസാല എല്ലാം ഒത്തിണങ്ങിയ ഒരു ചിത്രം തന്നെയാണ് മമ്മൂക്കക്ക്. ഇനി മമ്മൂക്ക തമിഴിൽ നിന്ന് വരാൻ പോകുന്ന, തമിഴിൽ നിന്ന് റിലീസാകുമ്പോൾ ഏകദേശം അതിൻ്റെ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കണം. എന്തായാലും വമ്പൻ ചിത്രമാണ്. കലാനിധി മാരനാണ് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യണത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ്. കാരണം മമ്മൂക്ക ഒരു കട്ട ഫാനും കൂടിയാണ് ഇതിൻ്റെ ഡയറക്ടറായ രാജ്കുമാർ പെരിയസ്വാമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രിബ്യൂട്ടും കൂടി ചിത്രത്തിൽ ഉണ്ടാവും. വെറുതെ ചെന്നിട്ട് ഒരു നായകൻ്റെ അടി വാങ്ങുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും 2 ഡയലോഗ് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് മമ്മൂക്ക എന്തായാലും ചെയ്യൂല, അദ്ദേഹത്തിന് കൊടുക്കില്ല, നമുക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.